സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം കവി കെ.ജി. ശങ്കരപ്പിള്ളയ്ക്ക് 5 ലക്ഷം രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഹംഗേറിയൻ ബ്രിട്ടീഷ് സാഹിത്യകാരൻ ഡേവിഡ് സൊലോയ്ക്കാണ് ഈ വർഷത്തെ ബുക്കർ സമ്മാനം. ഫ്ലഷ് എന്ന നോവലാണ് സൊലോയ്ക്ക് പുരസ്കാരം നേടിക്കൊടുത്തത്. ഏകദേശം 58 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. ബ്രിട്ടീഷ് ഇന്ത്യൻ സാഹിത്യകാരൻ സൽമാൻ റുഷ്ദിക്കാണ് ഇക്കൊല്ലത്തെ ഡെയ്റ്റൺ സാഹിത്യ സമാധാന പുരസ്കാരം. വയലാർ സംഗീത പുരസ്കാരം സംഗീത സംവിധായകൻ വിദ്യാധരന്. ശ്രീ ചിത്തിര തിരുനാൾ പുരസ്കാരം ഗോകുലം ഗോപാലന്. മലയാളമിത്രം പുരസ്കാരം കന്നഡ സാഹിത്യകാരി ഡോക്ടർ പാർവതി ജി ഐതലിന്. കെ.ആർ. ഗൗരിയമ്മ അന്താരാഷ്ട്ര പുരസ്കാരം പ്രമുഖ സാമൂഹിക പ്രവർത്തക അരുണ റോയിക്ക്. ശാസ്ത്രീയ നൃത്തരംഗത്തെ സംഭാവനകൾക്ക് രാജശ്രീ വാര്യർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ കേരളപ്രഭ പുരസ്കാരം. ചരിത്ര പണ്ഡിതൻ ഡോക്ടർ എം.ആർ. രാഘവ വാര്യർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ കേരള ജ്യോതി പുരസ്കാരം. കേന്ദ്ര സർക്കാരിൻ്റെ 2025 വിജ്ഞാൻ രത്ന പുരസ്കാരം ജയന്ത് വിഷ്ണു നാർലിക്കർക്ക്. മരണാനന്തരമാണ് പുരസ്കാരം. ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം പാൽക്കുളങ്ങര കെ. അംബികാദേവിക്ക്. അവനവൻ കടമ്പ പുരസ്കാരം പടയണി ആചാര്യൻ പ്രൊഫസർ കടമ്മനിട്ട വാസുദേവൻ പിള്ളയ്ക്ക്. ഗോത്ര സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കീർത്താഡ്സ് ഗോത്രഭാഷാ പ്രതിഭാ പുരസ്കാരം വാസുദേവൻ ചിക്കല്ലൂരിന്. സുപ്രീം കോടതിയുടെ അടുത്ത ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് നിയമിതനായി. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനായി ഓസ്കാർ അവാർഡ് ജേതാവ് റസൂൽ പൂക്കുട്ടി നിയമിതനായി. സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജി രഞ്ജന പ്രകാശ് ദേശായിയെ 8ാം ശമ്പള കമ്മീഷൻ അധ്യക്ഷയായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ ഏക വനിതാ റഫാൽ പൈലറ്റാണ് ഉത്തർപ്രദേശ് സ്വദേശിനി ശിവാംഗി സിംഗ്. അമേരിക്കയിലെ വെർജീനിയ സംസ്ഥാനത്തിലെ ലഫ്റ്റനന്റ് ഗവർണറായി ഇന്ത്യൻ വംശജയായ ഗസാല ഹാഷ്മി തിരഞ്ഞെടുക്കപ്പെട്ടു. വ്യോമസേനയുടെ 2 യുദ്ധവിമാനങ്ങളിൽ സുഖോയ് 30 MKI റഫാൽ പറന്ന ആദ്യ രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു. US നഗരമായ മിസൗറി സിറ്റിയുടെ മേയറായി മലയാളിയായ റോബിൻ ഇലക്കാട്ട് 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറി കെ. ജയകുമാറിനെ നിയമിച്ചു. സാമിയ സുലുഹു ഹസ്സൻ ടാൻസാനിയൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക്. മുംബൈയിൽ നടന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 52 റൺസിന് കീഴടക്കിയാണ് ഇന്ത്യ ജേതാക്കളായത്. വനിതാ ഏകദിന ക്രിക്കറ്റിൽ ചേസിംഗിൽ റെക്കോർഡ് വിജയം സ്വന്തമാക്കി ഇന്ത്യ. മുംബൈയിൽ നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയ ഉയർത്തിയ 338 റൺസിനെതിരെ 341 റൺസ് നേടിക്കൊണ്ടാണ് ഇന്ത്യ റെക്കോർഡിട്ടത്. ഇംഗ്ലീഷ് ഫുട്ബോൾ ഇതിഹാസം ഡേവിഡ് ബെക്കാമിന് നൈറ്റ്ഹുഡ് പദവി. 2 ഗ്രാൻഡ്സ്ലാം കിരീടങ്ങൾ സ്വന്തമാക്കിയ ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസം റോഹൻ ബൊപ്പണ്ണ വിരമിച്ചു. ഒരു ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വനിതാ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി സ്മൃതി മന്ദാന. ഈ ലോകകപ്പിൽ 434 റൺസ് നേടിയ താരം 2017 ലോകകപ്പിലെ മിതാലി രാജിൻ്റെ 409 റൺസിൻ്റെ റെക്കോർഡാണ് മറികടന്നത്. ഒരു ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വനിതാ താരമെന്ന റെക്കോർഡ് ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റനായ ലോറ വോൾവാർത്ത് സ്വന്തമാക്കി. ഇക്കഴിഞ്ഞ ലോകകപ്പിൽ 571 റൺസ് നേടിക്കൊണ്ടാണ് താരം ഈ നേട്ടം കൈവരിച്ചത്. 100 വർഷം പൂർത്തിയാക്കി ഇന്ത്യൻ ഹോക്കി. ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ രൂപീകരിച്ചത് 1925 നവംബർ 7. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ വേഗമേറിയ അർദ്ധ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തം പേരിലാക്കി മേഘാലയൻ ബാറ്റർ ആകാശ് കുമാർ ചൗധരി. 11 പന്തിലാണ് താരം 50 റൺസ് തികച്ചത്. കേരളത്തിലെ ആദ്യ ഭൂഗർഭജല തുരങ്കപാതയാണ് ഫോർട്ട് കൊച്ചി വൈപ്പിൻ. അയോധ്യയിലെ സരയൂ നദീതീരത്താണ് ലോകത്തെ ആദ്യ രാമായണ വാക്സ് മ്യൂസിയം സ്ഥാപിതമായത്. 26 ലക്ഷം ചിരാതുകൾ തെളിയിച്ച് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടി ഉത്തർപ്രദേശിലെ അയോധ്യ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റാണ് INS മാഹി.
2025 ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ ഉച്ചകോടി ദക്ഷിണ കൊറിയയിലെ ഗയോങ്ജുവിൽ നടന്നു. കേരളത്തിലെ ആദ്യ ടൈം ബാങ്ക് പദ്ധതി എലിക്കുളം പഞ്ചായത്തിൽ. കഴിഞ്ഞ വർഷത്തെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ വാർഷിക ട്രോഫിക്ക് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പോലീസ് സ്റ്റേഷൻ അർഹമായി. സൈനിക സേവനങ്ങളിൽ നിർണായക വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഉതകുന്ന വാർത്താവിനിമയ ഉപഗ്രഹമായ CMS-03 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. OpenAI പുറത്തിറക്കിയ പുതിയ വെബ് ബ്രൗസറാണ് അറ്റ്ലസ്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗിൽ ചരിത്ര നേട്ടമുണ്ടാക്കിയ ഗൂഗിളിന്റെ ക്വാണ്ടം ചിപ്പാണ് വില്ലോ. ശബ്ദത്തേക്കാൾ വേഗത്തിൽ ശബ്ദമില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന സൂപ്പർസോണിക് X-59 ജെറ്റ് വിജയകരമായി പരീക്ഷിച്ച് നാസ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്ക്, ലോകത്തെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്ക് എന്നീ പുരസ്കാരങ്ങൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അർഹമായി. യുനെസ്കോയുടെ പാചക നഗര പട്ടികയിൽ ഇടം പിടിച്ച് ലക്നൗ. യുനെസ്കോയുടെ സൃഷ്ടിപരമായ നഗരങ്ങളുടെ യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക് പട്ടികയിലാണ് ലക്നൌവിൻ്റെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച സർവേ കപ്പലായ INS ഇക്ഷക് കമ്മീഷൻ ചെയ്തു. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2024. മികച്ച നടൻ മമ്മൂട്ടി, ഭ്രമയുഗം. മികച്ച നടി ഷംല ഹംസ, ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സംവിധായകൻ, മികച്ച തിരക്കഥാകൃത്ത് ചിദംബരം, മഞ്ഞുമൽ ബോയ്സ്. മികച്ച സിനിമ മഞ്ഞുമൽ ബോയ്സ്. കലാമൂല്യവും ജനപ്രീതിയുമുള്ള മികച്ച ചിത്രം പ്രേമലു, സംവിധായകൻ ഗിരീഷ് AD. രണ്ടാമത്തെ മികച്ച ചിത്രം ഫെമിനിച്ചി ഫാത്തിമ, സംവിധാനം ഫാസിൽ മുഹമ്മദ്. മികച്ച സ്വഭാവ നടൻ സൗബിൻ ഷാഹിർ, മഞ്ഞുമൽ ബോയ്സ്. സിദ്ധാർത്ഥ ഭരതൻ, ഭ്രമയുഗം. മികച്ച സ്വഭാവ നടി ലിജോമോൾ ജോസ്, നടന്ന സംഭവം. പ്രത്യേക ജൂറി പരാമർശം ടൊവിനോ തോമസ്. ARM ആസിഫ് അലി, കിഷ്കിന്ദ കാണ്ഡം. ജ്യോതിർമയി, ബോഗൻവില്ല. ദർശന രാജേന്ദ്രൻ, പാരഡൈസ്. മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ്, ഫെമിനിച്ചി ഫാത്തിമ. മികച്ച ഗാനരചയിതാവ് ഹിരൺദാസ് മുരളി. മികച്ച ഛായാഗ്രാഹകൻ ഷൈജു ഖാലിദ്, മഞ്ഞുമൽ ബോയ്സ്. മികച്ച തിരക്കഥ അമൽ നീരദ്, ബോഗൻവില്ല. മികച്ച സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം, ബോഗൻവില്ല. മികച്ച ഗായകൻ KS ഹരിശങ്കർ. മികച്ച ഗായിക സെബ ടോമി. മികച്ച എഡിറ്റർ ES സൂരജ്, കിഷ്കിന്ദ കാണ്ഡം. മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് റോണക്സ് സേവ്യർ, ബോഗൻവില്ല. മികച്ച വസ്ത്രാലങ്കാരം സമീറ സനീഷ്, ബോഗൻവില്ല. കേരളത്തിൻ്റെ ആദ്യ ഒളിമ്പിക് മെഡൽ ജേതാവ് മാനുവൽ ഫ്രെഡറിക് അന്തരിച്ചു. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പറായിരുന്നു കണ്ണൂർ സ്വദേശിയായ മാനുവൽ. മുൻ മന്ത്രി MR രഘുചന്ദ്രപാൽ അന്തരിച്ചു. ജീവന്റെ രഹസ്യമായ DNA പിരിയൻ ഗോവണി ഘടന കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ജെയിംസ് വാട്സൺ അന്തരിച്ചു. US-ന്റെ 46ാം വൈസ് പ്രസിഡന്റായിരുന്ന ഡിക്ക് ചെനി അന്തരിച്ചു. ഹിന്ദുജ ഗ്രൂപ്പ് ചെയർമാൻ ഗോപിചന്ദ് P. ഹിന്ദുജ അന്തരിച്ചു. പ്രശസ്ത ഹോളിവുഡ് നടി ഡയാൻ ലാഡ് അന്തരിച്ചു. പ്രശസ്ത നടിയും ഗായികയുമായ സുലക്ഷണ പണ്ഡിറ്റ് അന്തരിച്ചു. കേരള സർവകലാശാല മുൻ വൈസ് ചാൻസലർ VP മഹാദേവൻ പിള്ള അന്തരിച്ചു. തമിഴ് നടൻ അഭിനയ് കിങ്ങർ അന്തരിച്ചു. ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കപ്പെട്ടു. ഇന്ത്യൻ വംശജനായ സൊഹ്റാൻ ക്വാമെ മംദാനി ന്യൂയോർക്ക് നഗരത്തിൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രശസ്ത ഇന്ത്യൻ അമേരിക്കൻ ചലച്ചിത്ര സംവിധായിക മീര നായരുടെ മകനും നഗരചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറുമാണ് മംദാനി. ലോകത്തെ ഏറ്റവും വേഗമേറിയ ട്രെയിനിൻ്റെ പരീക്ഷണയോട്ടം വിജയകരമായി പൂർത്തിയാക്കി ചൈന. CR 450 എന്നാണ് ട്രെയിനിൻ്റെ പേര്.